നമസ്കാരം ഗുരുജി. വിധി എന്നാൽ എന്താണ്? മുമ്പ് ചെയ്ത കർമ്മങ്ങൾ അതിപ്പോൾ അനുഭവത്തിൽ വരുമ്പോൾ നമ്മളത് മറന്നുപോയില്ലേ? അത് വിധിയായ രൂപം കൊണ്ടുവരുന്നു. മുജ്ജന്മ കർമ്മങ്ങൾ വിധിയായിട്ട് വരുന്നു, മുമ്പ് ചെയ്ത കർമ്മങ്ങൾ വിധിയായി വരുന്നു. ഇപ്പോൾ അനുഭവം പറയും, ഞാനൊന്നും ചെയ്തിട്ടല്ലല്ലോ, എൻ്റെ വിധിയാണെന്ന് പറയും. നമ്മൾ ചെയ്ത കർമ്മങ്ങൾ തന്നെയാണ് നമ്മുടെ വിധി. നിൻ്റെ വിധി തീരുമാനിക്കുന്നത് അതുകൊണ്ട് നീയാന്ന് പറയുന്നത് അതുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾക്ക് ചെയ്തു പോയി, ഇപ്പം ആ വിധിയിൽ നമ്മൾ പെട്ടുപോയി. എന്താ? കാരണം എപ്പോഴും എന്ത് ചെയ്തു എന്ന് അറിയില്ല. അപ്പം വിധി എന്ന് പറഞ്ഞാൽ ആശ്വസിക്കാനുള്ളതാണോ? വിധി എന്ന് പറഞ്ഞാൽ ആനന്ദിക്ക്. only two possibilities. You can enjoy your suffering or you can suffer your suffering. Choice is yours. But sufferings are a must. അതൊന്നുകൂടി വ്യക്തമാക്കാമോ? സഫറിങ് സാറെ മസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും എപ്പോഴും സഫർ ചെയ്യണം എന്നാണോ? അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. സഫറിങ് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ജീവിതം എന്ന് വെച്ചാൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞല്ലേ. സുഖവും ദുഃഖത്തിൻ്റെ കലർച്ചയല്ലേ ഈ ജീവിതം എന്ന് പറയുന്നത്. സുഖം മാത്രമായിരിക്കുന്നൊരു അവസ്ഥയില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ ദുഃഖം കടന്നു വരും, ഇല്ലേ? നമ്മുടെ അനുഭവത്തിലുള്ളല്ലേ. ദുഃഖം മാത്രം ഇരിക്കാൻ പറ്റുമോ? അതും കടന്നു പോകും. സുഖം വരും. സുഖദുഃഖങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ചിലതൊക്കെ കഠിനമായിട്ട് അനുഭവപ്പെടും. നേരത്തെ പറഞ്ഞ വിധി അല്ലെ കർമ്മദോഷങ്ങൾ കഠിന ദുഃഖങ്ങളായിട്ട് അനുഭവപ്പെടും. അതുപോലെ അത്യാനന്ദകരങ്ങളായ അനുഭവങ്ങളും ജീവിതത്തിലുണ്ടാവും. ഇതിൽ സന്തോഷം വളരെ ഈസിയാണല്ലോ, നമ്മളങ്ങ് അനുഭവിച്ചങ്ങ് പോകും, അല്ലേ? ആനന്ദിച്ചങ്ങ് പോകും. ദുഃഖം വരുമ്പോഴോ തലയും കുത്തി വീഴും. ഇനി സന്തോഷാനുഭവം ഉണ്ടാകുമ്പോൾ, അതിസന്തോഷവാനാകുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സന്തോഷത്തിൽ അവെയർ അല്ലെങ്കിൽ ദുഃഖത്തിൽ ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല. ദുഃഖത്തിൽ സ്വാഭാവിക അവെയർനെസ് ഉണ്ടാവും. ദുഃഖം നമ്മൾ അവെയർ ആയിരിക്കും, സന്തോഷത്തിൽ അവെയർനെസ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ സന്തോഷമായിരിക്കും അവെയർ ആയിരിക്കുക. ദുഃഖമായിരിക്കുമ്പോൾ ആരെയും പഴിക്കാതെ ശാന്തമായിരുന്നു അതിൻ്റെ അപ്പുറം കിടക്കാൻ നോക്കുക. ശാന്തിയിലേക്ക് പതിയെ വലിയ സന്തോഷം ഉണ്ടാകുമ്പോൾ പ്രവൃത്തികളിൽ നിരതരാകുക. ആ സന്തോഷത്തെ സദാ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോഴും ഈ പറഞ്ഞ സഫറിങ്സ് എന്ന് പറയുന്ന ദുഃഖാനുഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കില്ലേ? അതിനെ നമുക്ക് ആനന്ദമാക്കി മാറ്റിക്കൂടെ? എങ്ങനെ? ഇപ്പോൾ നമുക്കൊരു മുട്ടുവേദന വന്നു, അതിനെ പഴിച്ചുകൊണ്ടിട്ട് വല്ല ഗുണമുണ്ടോ? മുട്ടുവേദന എന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചല്ലേ പറ്റൂ. പക്ഷേ ഇതും പോകുമല്ലോ, ഇത് മാറ്റണമല്ലോ, ഇതിനു വേണ്ടിയുള്ള ചികിത്സ ചെയ്യണമല്ലോ. അത് താൽക്കാലികമാണെങ്കിൽ അല്ലെ അത് പെർമനൻ്റ് ആണെങ്കിൽ സഹിച്ചല്ലേ പറ്റൂ. പെർമനൻ്റ് ആണെങ്കിൽ, താൽക്കാലികമാണെങ്കിലോ കുറച്ച് കാലം നമ്മൾ ചികിത്സയൊക്കെ ചെയ്ത് പോകും, ഇല്ലേ? അതിനെ എങ്ങനെ ആനന്ദമാക്കി മാറ്റാം? ശ്രദ്ധയോടെ നോക്ക്. ആ വേദനയൊന്ന് അംഗീകരിക്കുക. പതിയെ ആ വേദന നിങ്ങൾ ധ്യാനത്തിൻ്റെ ഗാഥയിലേക്ക് കൊണ്ടുപോകും. അല്പം അഭ്യാസം ആവശ്യമാണ്. വേദനയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വേദനയെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? പതിയെ ശ്രദ്ധിച്ച് നോക്ക്. ആനന്ദാനുഭവമായിട്ട് മാറുന്ന കാണാം. അതുകൊണ്ട് നിങ്ങളുടെ സഫറിങ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത് പരീക്ഷ അനുഭവിച്ച് നോക്ക്. എൻ്റെ വാക്കുകൾ ശ്രമിച്ച് നോക്ക്, എന്നിട്ട് പറ. വിധി നമ്മുടെ മുൻപുള്ള കർമ്മങ്ങളാണെങ്കിൽ ആ പ്രവർത്തികൾക്കനുസരിച്ചിട്ടല്ലേ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും യാതൊരു കാര്യവുമില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? എന്തൊക്കെ ചെയ്താലും ഒരു സെറ്റായ വഴിക്കേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ പോവുകയുള്ളൂ എന്നാണോ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം? ഞാൻ ഫ്രീ വില്ലിനൊന്നും ഇത് ചെയ്യുന്ന ആളൊന്നുമല്ല. ഇപ്പോൾ ചെയ്യുന്ന പ്ലാനിങ്ങും മുമ്പ് ചെയ്ത കർമ്മങ്ങളല്ല എന്ന് നമുക്കെങ്ങനെ അറിയാം? നമുക്കറിയില്ല. നമ്മളെന്താ മുമ്പത്തെ വിധിയെയും മുമ്പ് ചെയ്ത കർമ്മങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ച് ചിന്തിച്ച് അതിനെപ്പറ്റി വറീഡായിരിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ചെയ്തു, അത് നമുക്ക് ഓർമ്മയിലില്ല, അത് നടക്കുന്നു. ഏതായാലും ഈ ജന്മത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് ഈ ശരീരം തന്നെ ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജീവിത ഒഴുക്ക് നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ. ഈ ജീവിതം അനന്തപരമായിട്ട് ജീവിക്കുക. ഇനി മുന്നോട്ടുള്ള ജീവിതം വേണ്ടെന്നോ അതോ മറ്റൊന്നാക്കി മാറ്റണോ അതിനുള്ള പ്രവൃത്തികളും നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ചെയ്യാൻ പറ്റും. അതിനുള്ള കർമ്മങ്ങൾക്കും ഈ ജന്മത്തിൽ നിങ്ങൾക്ക് പോസിബിലിറ്റി ഉണ്ട്. അതിന് രണ്ടാമത് ജനിക്കണം എന്ന് പറയില്ലേ? അതിനാദ്യം ഈ കർമ്മങ്ങളെല്ലാം ഒരു സ്ഥലത്ത് എത്തിച്ച് അതിനെ അഗ്നിക്ക് ഹവനം ചെയ്ത് അതിനെല്ലാം ഇല്ലാണ്ടാക്കി അതിൻ്റെ അപ്പുറം കിടക്കണം. രണ്ടാമത് ജനിക്കണം അടുത്ത ജന്മത്തിലുള്ള പ്ലാനിങ്ങോട് കൂടി.
അതിൽ മതി ഉറച്ചിരിക്കുമ്പോൾ നിങ്ങൾ ശരീരം വിടുകയാണെങ്കിൽ അങ്ങോട്ടായിരിക്കും ജീവൻ്റെ ഗതി. ബുദ്ധി ജീവൻ ശരീരത്തെ മുക്തമാകുമ്പോൾ എവിടെ ഉറച്ചിരിക്കുന്നു അങ്ങോട്ടായിരിക്കും ആ ജീവൻ്റെ ഗതി. അതായത് ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ അവസാനിപ്പിക്കാതെ ശരീരം വിട്ടുപോയാൽ ഈ കർമ്മങ്ങളൊക്കെ വീണ്ടും ചെയ്യേണ്ടി വരും. ഇതൊരു വല്ലാത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കർമ്മം, ജീവൻ, ഗതി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ജീവിതത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴി കറക്റ്റാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഇപ്പം ചെയ്യുന്ന കാര്യം സന്തോഷമുണ്ടോ? ചെയ്യുന്ന കാര്യം ആനന്ദിക്കുന്നുണ്ടോ? സാറ്റിസ്ഫൈഡ് ആണോ? അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പോസിബിൾ ആണ് എന്നൊക്കെ വിചാരിക്കുന്നുവോ? പറയൂ. Are you happy about what you're doing? But are you happy about what you're doing? Do you think you have to do this? There is something important in your life? തോന്നുന്നുണ്ടോ? അപ്പോൾ ശരിയായ കാര്യമാണ്, ഇങ്ങനെ പോകട്ടെ. ഇതിപ്പോൾ നമ്മൾ ഈ സംസാരിച്ചതെല്ലാം ഒരുപാട് ജന്മങ്ങളുണ്ട് എന്ന് വിശ്വാസം ഉള്ളവർക്കല്ലേ? ഇതൊക്കെ ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് മാത്രമേ കൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മുമ്പത്തെയും ഇനി വരാൻ പോകുന്നതിനെ പറ്റി അല്ലല്ലോ സാധാരണ സംസാരിക്കാറ്. ഇപ്പോൾ ഈ നിമിഷത്തെ പറ്റിയല്ലേ സംസാരിക്കാറ്. അതെല്ലാവർക്കും ബാധകമല്ലേ. പുനർജന്മത്തിൽ വിശ്വാസമോ വിശ്വാസം ഇല്ലാത്തവരോ, മുൻജന്മത്തിൽ വിശ്വസിക്കുന്നവരോ വിശ്വസിക്കാത്തവരോ, ഈ ജന്മം എല്ലാവർക്കും ഉള്ളത് തന്നെയല്ലേ. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇവിടെ ഉപസ്ഥിതരായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമുള്ളത് എന്താ? ഇപ്പോൾ ഈ നിമിഷം എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇത് മാത്രമേ ആനന്ദാവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുകയുള്ളൂ. പണ്ടുണ്ടതും പാളയത്തൂറിയതും ഒക്കെ ആയ കഥകളിൽ നിന്നും ജീവിതത്തിൽ പ്രയോജനമൊന്നുമില്ല. അതൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊള്ളാം, മനസ്സിലാക്കില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ നിമിഷം ഇപ്പോൾ ഇവിടെ ജീവിച്ചല്ലേ പറ്റൂ, അവനവൻ്റെ കർമ്മം ചെയ്തല്ലേ പറ്റൂ. അത് ആനന്ദപൂർവ്വം ചെയ്യുക, അത്രയും ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. വിധിയൊക്കെ മനുഷ്യന് തുടച്ചു നീക്കാൻ പറ്റും. മനുഷ്യൻ്റെ കർമ്മം കൊണ്ട് വിധി എല്ലായിടത്തും മാറ്റാനുള്ള കഴിവുണ്ട്. അല്ലെ വിധിയെ മുഴുവൻ കത്തിച്ച് ഇല്ലാണ്ടാക്കാനും പറ്റും. അതിനുള്ള ശക്തി നിനക്കുണ്ട്. കാരണം നീ ഈശ്വരനാണ്, അത് മറക്കരുത്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുക, മറ്റൊന്നിനെക്കുറിച്ചും വറീഡ് ആവേണ്ട കാര്യമില്ല എന്നൊക്കെ. ഈ ലൈൻ ഓഫ് തോട്ടിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഈ പറയുന്ന അഭിപ്രായമുള്ളവർ അങ്ങനെയാണോ ജീവിച്ച് കാണാറുള്ളത്? അതോ അവരങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ? അവർക്കത് സാധിക്കാത്തത് കൊണ്ടല്ലേ പലപ്പോഴും ഇങ്ങനെ പറയാറ്, ജീവിതം ഒന്നേ ഉള്ളൂ, എൻജോയ് ചെയ്യണം, എൻജോയ് ചെയ്യുക അല്ലേ? ശരിയാ, ജീവിതം ഒന്നേ ഉള്ളൂ, എൻജോയ് ചെയ്യുക. ആര് പറഞ്ഞു വേണ്ടാന്ന്? എൻജോയ് ചെയ്യാൻ തന്നെയല്ലേ ഞാൻ സദാ പറയുന്നത്. ബി ഹാപ്പി, എൻജോയ് യുവർ ലൈഫ് എന്നല്ലേ ഞാൻ പറയാറുള്ളത് തന്നെ. ജീവിതം ഒന്നുണ്ടെങ്കിലും 10 ഉണ്ടെങ്കിലും എന്ത്, അടുത്ത തവണ വരുമ്പോൾ ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഇപ്പോഴും ഒരു ജീവിതമല്ലേ ഉള്ളൂ. ജീവൻ നന്നായിട്ട് ജീവിക്കുക. പക്ഷേ ഈ പറയുന്നവർ അത് ആസ്വദിക്കുന്നുണ്ടോ, അതോ ആസ്വദിക്കാൻ ആഗ്രഹം അവർ മറ്റുള്ളവർ പറയുകയാണോ എന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചാണെങ്കിൽ, അതായത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ഹാപ്പി ആയിരുന്നല്ലേ പറ്റൂ. സോ എൻജോയ്. പക്ഷേ ധർമ്മത്തെ ഒഴിവാക്കാൻ പറ്റുമോ? ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടാൻ പറ്റുമോ? ഈ പറയുന്ന പലരും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവരല്ലേ, ധർമാനുഷ്ഠാനം ചെയ്യാത്തവരല്ലേ പറയുന്നത്. അവരുദ്ദേശിക്കുന്നത് എന്താണ്? മദ്യപാനം ചെയ്യുക, കറങ്ങി നടക്കുക. ഇത് ശരി തെറ്റൊന്നും പറയാൻ ഞാൻ ആളല്ല. ഇതിൻ്റെ പരിണിത ഫലം ആനന്ദമാണോ അതോ അഗാധ ദുഃഖമാണോ, അതൊക്കെ സ്വയം തന്നെ കണ്ടും നിരീക്ഷിച്ചും ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. പക്ഷേ ഈ തത്വത്തോട് ഞാൻ യോജിക്കുന്നു. താത്വികമായിട്ട് ലൈഫ് ഈസ് വൺ, എൻജോയ് യുവർ ലൈഫ്, എൻജോയ്.